Merry Christmas, everyone. Tovino ആണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ്. So, Merry Christmas, Tovino. നമസ്കാരം. ക്രിസ്മസ് കാലമാണ്. ക്രിസ്മസ് നമ്മൾക്കൊരു ഭയങ്കര ഒരു വലിയ ആഘോഷമാണ്. എവിടം വരെ ക്രിസ്മസ് പ്രിപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം? ഷൂട്ടാണ്, സമയത്ത് ഷൂട്ടാണ്. പക്ഷെ ഒരു സൈഡിൽ കൂടെ ക്രിസ്മസ് ഇങ്ങനെ വീടിന്റെ മുറ്റത്തുണ്ടല്ലോ. വീടിന്റെ മുറ്റത്ത് ഭയങ്കര തിരക്കാണ് അല്ലേ? ഇപ്രാവശ്യം ക്രിസ്മസിന് ഡബിൾ സന്തോഷമാണ്. തമിഴ് മൂവി റിലീസാവുന്നു, അതോടൊപ്പം നമ്മുടെ മലയാളത്തിൽ ഉർവശി ചേച്ചിയുടെ കൂടെ ഒരു ബ്യൂട്ടിഫുൾ മൂവി. അതിന്റെ എന്താ ഒരു ഇത് കണ്ടായിരുന്നു, പോസ്റ്റ് കണ്ടായിരുന്നു. കുറേ സന്തോഷം, എന്താണ് ഈ മൂവിയിലെ ക്യാരക്ടർ? ഹമീദ് എന്ന ക്യാരക്ടർ എന്താണ്? ഹമീദ് ഈ പറയുന്ന പോലെ ഒരു നിർദോഷിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അതേസമയം ഈ നിർദോഷമായിട്ടുള്ള ചെറിയ സെൽഫിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ. എന്നാൽ ബേസിക്കലി കച്ചവടം നടത്തുന്ന ഒരാളാണ്. ആന്റിക് ഷോപ്പാണ്. അത് അച്ഛന്റെ ആന്റിക് ഷോപ്പ്, അച്ഛന്റെ കളശേഷം നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അച്ഛന്റെ കൂട്ടുകാരൊക്കെ തന്നെയാണ്, അതായത് അച്ഛന്റെ ഹംസക എന്നുള്ള ഒരു കൂട്ടുകാരൻ, അതൊക്കെ തന്നെ ഇവന്റ് കൂട്ടുകാരൻ. മുന്നോട്ട് പോയിട്ടില്ല. അതായത് അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഉള്ള ഒരു വരച്ച വരയെന്ന് മാറി നടക്കാത്തൊരു സിനിമ കാണും. അതിന്റെ ബാക്കിയാണ് ഈ പിന്നെ ഇയാളുടെ കഥാപാത്രത്തിന്റെ ആ ഉള്ള ആള് ഒരു കല്യാണം കഴിക്കാനായിട്ട് അച്ഛന്റെയും മരണശേഷം അമ്മ ആരാണെന്ന് അറിയില്ല. അച്ഛനോട് അങ്ങനെ ചോദിക്കാനും പറ്റിയിട്ടില്ല. കാര്യം വെച്ചാൽ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ബന്ധമല്ല അച്ഛനായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വാപ്പയുടെ ഭാര്യമാരെ അന്വേഷിച്ച് പോകുന്നതാണ്. പിന്നെ വാപ്പയുടെ അതാണ് നമ്മൾ ടീച്ചറിൽ പറയുന്ന പോലെ അതാണ് ഈ ഒരു എന്താ പറയാ കഥ. അതൊരു വളരെ ഹ്യൂമറിലാണ് പോകുന്നതെങ്കിലും അതിന്റെ അകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ ബോണ്ടിങ്. അമ്മ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം ചെല്ലുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന ഒരു പേരാണ് അമ്മ. അപ്പൊ ആ ആളെ ഇല്ലാണ്ട് അതിനെ അറിയാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ടച്ചിങ് ആയിരിക്കും. ആൻഡ് ഏറ്റവും നമ്മൾ ഈ അച്ഛൻ അന്വേഷിച്ചു പോകുന്നത് കുറെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ളൊരു ജോണറാണ് ഇത് നമ്മൾ കണ്ടിട്ടുള്ളത്. അമ്മേനെ അന്വേഷിച്ചു പോകുന്നത് ശരിക്കും. ഉമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും സ്വീറ്റ് ഉമ്മയായിരുന്നു ഉർവശി ചേച്ചി അല്ലെ? ഹൗ വാസ് ഇറ്റ്? ഉർവശി ചേച്ചിയായിട്ട് ആദ്യമായിട്ടാണ് സ്ക്രീൻ അല്ലെ? ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. ഇത്രയും സീനിയർ ആർട്ടിസ്റ്റ് നമ്മളോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഉർവശി ചേച്ചി നമ്മളെ കംഫർട്ടബിൾ ആക്കുന്നതാണ്. ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണെങ്കിലും നമ്മളോട് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും നമ്മള് ശരിക്കും നമുക്ക് ഭയങ്കര ഒരു സ്നേഹം തോന്നുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയാണ് ഉർവശി ചേച്ചി. ഉർവശി തിരിച്ചങ്ങോട്ട് നമുക്ക് തരുന്നൊരു സ്നേഹവും വാത്സല്യവും എന്നൊക്കെ പറയുന്നത് നമ്മളെ വളരെയധികം കംഫർട്ടബിൾ ആക്കുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കോമ്പിനേഷൻ സീനുകളിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങളുടെ കോമ്പിനേഷൻ സീൻസ് വരുമ്പോൾ അതൊരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരിലും അതെനിക്ക് തോന്നുന്നു അത് ഡയറക്ടറും ആഗ്രഹം അതായിരുന്നു. നമ്മള് തമ്മിലൊരു അടുപ്പം ഉണ്ടാവുക, ആ അടുപ്പം സ്ക്രീനിൽ കാണുക. ഹരീഷ് ചേട്ടനാണെങ്കിലും മാമുക്കാണെങ്കിലും സിദ്ദിഖാണെങ്കിലും അപ്പൊ നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കംഫർട്ട് ലെവൽ ഭയങ്കരമായിരുന്നു. ഇതിനകത്ത് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു മലബാറുകാരനായിട്ട് അഭിനയിക്കുന്നത് അല്ലേ? ഇതിനു മുമ്പുള്ള ക്യാരക്ടേഴ്സിൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ ഭാഗത്തായിരുന്നു ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം? എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ ഷൂട്ടിങ്ങും ലൊക്കേഷനും? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഒന്ന്. അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ നാട്ടുകാര്, പിന്നെ ഭയങ്കര കലാസ്വാദകരായിട്ടുള്ള കലാസ്നേഹികളായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഈ എന്താ പറയാ ഈ കഥ ആവശ്യപ്പെടുന്ന ഒരു സോർട്ട് ഓഫ് ഒരു നിഷ്കളങ്കതയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കഥയുടെ കഥാപാത്രങ്ങളൊക്കെ. അതൊക്കെ നമുക്ക് അവിടെ കാണാം. അവിടെ റിയൽ ആയിട്ട് മനുഷ്യർ അങ്ങനെയാണ്. പിന്നെ ഓവർ എക്സ്പ്ലോയിറ്റഡ് അല്ല അവിടുത്തെ പല സ്ഥലങ്ങളും. ആൻഡ് അതിൽ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ആ നിഷ്കളങ്കത അങ്ങനെ തന്നെ ആ ഒരു സീനിൽ കാണാം. അതായത് ഉർവശി മാം ഇങ്ങനെ ഇരിക്കുന്നു, ബസ്സിലിരിക്കുന്നു, ഇങ്ങനെ നോക്കുന്നു, ഭയങ്കര ഇന്നസെന്റോടെ ഇതാണോ എന്റെ ഉമ്മ എന്നുള്ള ആ ഒരു ചോദ്യത്തിൽ നോക്കുന്ന പോലെ തന്നെ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഷൂട്ടും കാര്യങ്ങളും ബാക്കിയെല്ലാം? ഷൂട്ട് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഒരു സംവിധായകന്റെ സ്വഭാവം എന്താണോ അതായിരിക്കും ആ സിനിമ സെറ്റിന്റെ സ്വഭാവം. എന്റെ അടുത്ത് പറഞ്ഞ് 2015 അവസാനത്തിലാണ് ഞങ്ങൾ മീറ്റ് ചെയ്ത് കഥ സംസാരിക്കുന്നത്. പിന്നെ എന്ത് പറ്റി 3 years ഗ്യാപ്പ്? നമുക്കെന്ന് വെച്ചാൽ അത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ഇതൊരു അന്നത്തെ എനിക്കൊന്ന് 2015 കഥ ഞാൻ കേൾക്കുമ്പോൾ അത്
അന്ന് ഇതുപോലത്തെ സിനിമകളൊക്കെ വളരെ കുറവ് വന്നിട്ടുള്ളൂ. ഒരു ഫേസിന്റെ ഇപ്പൊ ഉള്ള ഒരു ഫേസ് ഉണ്ട്, ഒരു മാറ്റത്തിന്റെ അതിന്റെ തുടക്കമാണ്. അന്നിപ്പോ ഈ സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്നതിനേക്കാൾ ആൾക്കാർ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടിരുന്നത് കുറച്ചും കൂടെ വേറൊരു ടൈപ്പ് ഓഫ് സിനിമകൾക്ക് ഫണ്ട് ചെയ്യാനാണ് ഇവിടുത്തെ ആളുകൾ ആഗ്രഹിച്ചിരുന്നത്. പിന്നെ എനിക്കും അന്നൊരു ബാങ്കബിലിറ്റി അവകാശപ്പെടാനില്ലായിരുന്നു. ഈ സിനിമ ആവശ്യപ്പെടുന്ന രീതിയിൽ തുടക്കക്കാരനായിരുന്നു. തീർച്ചയായും ഇപ്പോഴും തുടക്കക്കാരൻ തന്നെ. അപ്പൊ അന്ന് അത് നല്ലൊരു പ്രൊഡ്യൂസറെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പ്രൊഡ്യൂസറെ കണ്ടെത്തിയിട്ട് അവർക്ക് പിന്നെ ടോവിനോയ്ക്ക് മാർക്കറ്റ് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് മാറിപ്പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതേപോലെ തന്നെ എന്താ പറയാ, വേറൊരു പ്രൊഡ്യൂസർ ഡയറക്ടർ ജോസിന്റെ അടുത്ത് ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യാം, വേറൊരു നടനുണ്ട് ടോവിനേക്കാൾ മാർക്കറ്റ് വാല്യൂ ഉള്ള ആളല്ലേ, ഞാൻ അയാളുടെ അടുത്ത് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്ത് തരാം, പോയി കഥ പറയാന്ന് പറഞ്ഞു. പക്ഷെ ജോസ് പറഞ്ഞു കുഴപ്പമില്ല, ആ നടന് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ നടന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ വേറൊരു സ്ക്രിപ്റ്റുമായിട്ട് വരാം, പക്ഷെ ഇത് ഞാൻ ടോവിനോയ്ക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതാണ്, അതുകൊണ്ട് അത് വേണ്ട എന്നാണ് ജോസ് പറഞ്ഞത്. അപ്പൊ ഇതേപോലെയുള്ള ഒരു വെയിറ്റിംഗ്, അപ്പൊ അതൊന്നും ചിലൊരു പ്രൊജക്ട് ചേസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഒരു ഡയറക്ടർ അത് ഇത്രയും വർഷം ചേസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അത് ഞാൻ തന്നെ അത് ചെയ്യണം എന്നും അമ്മയുടെ ക്യാരക്ടർ ഉറച്ചു തന്നെ ചെയ്യണമെന്നും പിന്നെ ഹംസക്ക എന്നുള്ള ക്യാരക്ടർ മാമുക്ക ചെയ്യണമെന്നും ബീര എന്നുള്ള ക്യാരക്ടർ നമ്മുടെ ഹരീഷേട്ടൻ ചെയ്യണം, അങ്ങനെയെല്ലാം ആദ്യം പറഞ്ഞിരുന്ന അതേ കാസ്റ്റ് ആൻഡ് ക്രൂ തന്നെയാണ് സിനിമയിൽ വർക്ക് ചെയ്തത്. സംഭവിച്ചപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഓൺ സ്ക്രീൻ അത് കാണുമ്പോൾ മനസ്സിലാവും. ഇതിനകത്തെ നായികനെ കുറിച്ച് പറയാം. നായിക ഒരു പുതുമുഖ സായി പ്രിയ എന്നാണ് പേര്, മോഡലൊക്കെയാണ്, ചെന്നൈ ബേസ്ഡ് ആണ്. മലയാളിയല്ല. ഓ ശരി. പുള്ളിക്കാരി എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് മൂവി? പുള്ളിക്കാരിക്ക് ടൊവിനോന്ന് നമ്മൾക്കൊക്കെ ഉള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ടൊവിനോ എന്ന് പറയുമ്പോൾ. പിന്നെ ഇത് എന്താ മലയാളി, ഞാനൊക്കെ ഇപ്പൊ ടൊവിനോടെ ഇന്റർവ്യൂ എടുക്കാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അന്വേഷണം പറഞ്ഞേക്കെ ആ അവസ്ഥയാണ്. എന്റെ കൊറേ പറഞ്ഞില്ല കേട്ടോ. അപ്പൊ അത് ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ് സൈനബ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഭയങ്കര വ്യക്തിത്വമുള്ള, എന്നാൽ എന്താ പറയാ, ആരെയും വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരാള്. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ സൈനബ എന്നുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ടാണ് പോകുന്നതിന്റെ ഒരു ഇത് തന്നെ. കഴിഞ്ഞ 3 മൂവീസ് ആയിട്ട്, അതായത് ഇപ്പം എല്ലാം പുതുമുഖ ഡയറക്ടേഴ്സ് ആയിരുന്നു. ന്യൂ കമർ, തീവണ്ടി ആണെങ്കിലും മർഡോണ ആണെങ്കിലും പലവരും ആ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ടൊവിനോ എന്ത് ആ റിസ്ക് എടുക്കാൻ സിനിമ ചെയ്യാനുള്ള റിസ്ക് എടുക്കാൻ തയ്യാറല്ലേ, പിന്നെ ഞാൻ എന്ത് റിസ്ക് എടുക്കാതിരിക്കണം? അത് സോ അപ്പം ഒരു ടെൻഷനോ അങ്ങനെയൊന്നും ഇല്ല, ഇതെങ്ങനെയാവും എന്താവും, അവരുടെ ഒരു വർക്കുകളും ഒന്നും കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ആദ്യത്തെ സിനിമ ചെയ്യുമ്പോ പുതുമുഖമാണല്ലോ. എല്ലാവരും ഇപ്പൊ പുതുമുഖമാണോ എക്സ്പീരിയൻസ്ഡ് ആണോ എന്ന് നമുക്ക് ടാലന്റ്. എനിക്ക് തോന്നുന്നു ആ മൂവീസ് ഒക്കെയാണ് സൂപ്പർ മൂവീസ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതുകൊണ്ടാവും ആ സിനിമകളൊക്കെ അത്യാവശ്യം അർഹിക്കുന്ന വിജയങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ. അപ്പോ പുതിയത് പഴയതൊന്നും വ്യത്യാസമൊന്നുമില്ല, നല്ലത് മോശം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 3 മൂവീസ് ആയിട്ട്, അതായത് ഇപ്പം തീവണ്ടി, കുപ്രസിദ്ധ പയ്യൻ ആൻഡ് ഇത് ഉമ്മാന്റെ പേര്, ഇതൊക്കെ ഒരു നാടൻ ക്യാരക്ടേഴ്സാണ്. അതേസമയം കഴിഞ്ഞ വർഷം 2017 എൻഡിൽ വന്ന മായാനദി ഒരു ടോട്ടൽ ടൗൺ ബോയ് ക്യാരക്ടറായിരുന്നു. അപ്പം ഏത് ക്യാരക്ടറാണ്, എങ്ങനത്തെ ക്യാരക്ടറാണ് കൂടുതൽ ചെയ്യാൻ ഇഷ്ടം? എനിക്കെല്ലാം ചെയ്ത് നോക്കണമെന്നുണ്ട്, എക്സ്പെരിമെന്റ് ചെയ്ത് മൊയ്തീനിലാണെങ്കിൽ പഴയ കാലത്ത് അല്ലെ, പഴയ കാലത്ത് ഇതൊക്കെ എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യുക, എല്ലാം ഞാൻ നന്നായി ചെയ്യുന്നു എന്ന് ആളുകൾ പറയണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പോ അത് എന്താ പറയാ, അങ്ങനെ ഒരു പ്രോസസ്സിൽ എനിക്ക് ഞാൻ ഒന്നും അങ്ങനെ ഒറ്റയടിക്ക് പറ്റില്ല എന്നും പറഞ്ഞു ഞാൻ ചെയ്ത് നോക്കും. നോക്കിയിട്ടേ നമുക്കതിപ്പോ ചിലപ്പോൾ നമുക്ക് പറ്റുന്നതായിരിക്കാം, നമ്മളത് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ അറിയുള്ളതായിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല ജീവിക്കുന്ന ഒരാളാണ്. അതെ, പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല, വരുന്നത് പോലെ വരുമ്പോൾ ഇഷ്ടപ്പെടുന്നത് നോക്കി നമ്മൾ ചെയ്യുന്നു. അതിപ്പോ ഇന്ന സിനിമ കഴിഞ്ഞാൽ ആ സിനിമ കഴിയുമ്പോൾ ഈ സിനിമ ഇത് കഴിയുമ്പോൾ ഞാൻ കലക്കും അങ്ങനെയൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റും. എത്ര പേർക്ക് പറയാൻ പറ്റും അവർ ചെയ്യുന്ന സിനിമകൾ ഭയങ്കര എത്ര ശതമാനം വിജയമായിരിക്കും, എത്ര കളക്ട് ചെയ്യുന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അത് ഇറങ്ങിയതിനു ശേഷം മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതിലെ മ്യൂസിക്കിനെ കുറിച്ചൊന്ന് പറയാമോ? ഗോപി സുന്ദറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഗോപിചേട്ടനായിട്ട് ഞാൻ കുറെ സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറെ നാളായിട്ട് പരിചയമുണ്ട്. ഞാൻ ABCയുടെ സമയത്താണ് ഗോപിചേട്ടനെ പരിചയപ്പെടുന്നത്. അപ്പൊ ABCD, കൂതറ, പിന്നെ നമ്മുടെ മെക്സിക്കൻ അവാർഡ്, സിനിമകളൊക്കെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഇതിലാണെങ്കിലും
പിന്നെ എന്റെ അടുത്ത് വരുന്നൊരു സിനിമയുണ്ട് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. അതെ, ആ സിനിമയും ഗോപിച്ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ബാക്കി ഈ മൂവിയിലെ ബാക്കി ക്യാരക്ടേഴ്സിനെ കുറിച്ചൊന്ന് പറയാം. പറഞ്ഞു കുറച്ചുപേരെ കുറിച്ച്. ബാക്കി അതിനകത്ത് ശാന്തികൃഷ്ണ ഒരു ഇല്ലേ, ബാക്കി വേറെ ആരൊക്കെയുണ്ട് ഇങ്ങനെ സസ്പെൻസ് ആയിട്ട്? സിദ്ദിഖുണ്ട്, ശാന്തികൃഷ്ണ മേനോണ്ട്, പിന്നെ ഹരീഷേട്ടനുണ്ട്, നമ്മുടെ മാമുക്കുണ്ട്. ഹരീഷേട്ടനാണ് കോമഡി. ഹരീഷേട്ടൻ കോമഡി മാത്രമല്ല, കാര്യം കോമഡി ഫസ്റ്റ് ഹാഫ് വേണമെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ അത് 2 നായകന്മാരാണെന്ന് ഞാൻ പറയും. അങ്ങനെയാണ് കുറെ കഥാപാത്രങ്ങൾ ഇങ്ങനെ വന്നു. ദിലീഷേട്ടൻ ഒരു ക്യാരക്ടർ, ഉമ്മാനെ തപ്പ ഇറങ്ങിയേക്കാൻ. പിന്നെ നമ്മുടെ രാഘവൻ സാർ, മറ്റേ രാഘവൻ സാർ ഇതിനകത്ത് കഥാപാത്രം ചെയ്യുന്നുണ്ട്. എന്റെ അടുത്ത സിനിമയിലും അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച്. ഇതുപോലെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രഫി ഒരു സ്പെയിനിൽ ആള് വന്നിട്ട് ഞാൻ കുറെ നേരം വായിച്ചു നോക്കിയ പുള്ളിയുടെ പേര് ജോഡി പ്ലാനേലാണ്. ഞാൻ പറയൂല. ജോഡി ജോസിന്റെ സീനിയർ ആയിട്ട്. അത് ശരി, ഓസ്ട്രേലിയയിലുള്ള പരിചയം. ജോസ് ഫിലിം മേക്കിംഗ് പഠിക്കുന്ന സമയത്ത് സീനിയർ ആയിട്ട് സിനിമാറ്റോഗ്രഫി പഠിച്ച ആളാണ്. ഇവർ അന്ന് മുതലേ ഇവര് ഒരുമിച്ച് ക്ലോസ് ആണ്. എപ്പോഴും ഒരു ക്രോസ് ഓവർ വർക്ക് നടക്കുന്ന സമയത്ത് ഇപ്പൊ മെക്സിക്കോയിലും സ്പാനിഷിലും സ്പെയിനിലും ഒക്കെ കാണുന്ന വിഷ്വൽസ് അല്ല നമ്മുടെ നാട്ടില്. പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതായത് ഇവിടുത്തെ വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യാന്നുള്ളത്. ഇവിടുത്തെ വിഷ്വൽസ് ആണ് ക്യാപ്ചർ ചെയ്യുന്നതെങ്കിലും പുള്ളിയുടെ ലൈറ്റിംഗ് പാറ്റേണും പുള്ളി പഠിച്ചിട്ടുള്ള രീതികളൊക്കെ അവിടുത്തെ രീതികളാണ്. അപ്പൊ അതും ഇതും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പുതുമയും ഒരു ബ്യൂട്ടിയും ഉണ്ട്. എന്താ എല്ലാവരും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ദി ബെസ്റ്റ് റിസൾട്ട് കിട്ടുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. എനിവേ എന്റെ ഉമ്മാടെ പേരെന്നുള്ള മൂവി എല്ലാവർക്കും ഒരു ട്രീറ്റ്, വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരിക്കും. അത് വിടാം. ഇനി നമുക്ക് നമ്മുടെ തമിഴ് മൂവിയുടെ വിശേഷങ്ങൾ എന്ന് പറയാം. ഷട്ടിൽ അടിച്ച് നടക്കുവാന്ന് തോന്നുന്നു ഇവിടെ ചെന്നൈ അല്ലേ, ബഹളമാണ്, ഷൂട്ട് കാര്യങ്ങൾ. സിനിമയോടൊരു കൊതിയുണ്ട് ബേസിക്കലി ചെറുപ്പം മുതലേ. ആ കൊതി ഇപ്പോഴും മാറിയിട്ടില്ല. ആ കൊതിയാണ് നമ്മൾ ഇങ്ങനെ ഇപ്പോ നോൺ സ്റ്റോപ്പ് വർക്ക് ചെയ്യാനും ഒരു മടി. നോൺ സ്റ്റോപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് വെച്ചാൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമകളുടെ എണ്ണം കൂടുമ്പോൾ അതിന്റെ ക്വാളിറ്റി കുറയാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ജോലി ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ. നമുക്ക് റിലാക്സ്ഡ് ആയിട്ടൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഹെക്ടിക് ആയിരിക്കും സ്കെഡ്യൂൾസ്. നമുക്ക് പലതും മിസ് ചെയ്യും, പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആ കൊതിയാണ് സിനിമകളിൽ, ആ കൊതിയാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നാലും, എത്ര അതിനു വേണ്ടി ഉറക്കം കളഞ്ഞാലും, എന്ത് ചെയ്താലും സിനിമയുടെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ ക്വാളിറ്റി ഒരു തരി പോലും ബാധിക്കപ്പെടരുത് എന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് യു മേഡ് ഷുവർ 2017 എൻഡ് ചെയ്തത് മായാനിധി എന്ന് പറഞ്ഞൊരു സൂപ്പർ ഹിറ്റ് ആയിട്ടാണ്. ആൻഡ് 2018 8 മൂവീസ്. എത്ര മൂവീസ്? മറഡോണ വന്നു, അബിയു മനു എന്നുള്ള സിനിമ റിലീസായി. അത് തന്നെ തമിഴിലും ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മറഡോണ വന്നത്. മറഡോണ കഴിഞ്ഞ് തീവണ്ടി കഴിഞ്ഞ് ഒരു കുപ്രസിദ്ധമയം വന്നു. അത് കഴിഞ്ഞിപ്പോ ഈ 2 സിനിമ. ബിഗ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇതില് ഇപ്പൊ മറഡോണയൊക്കെ കഴിഞ്ഞ വർഷം ഷൂട്ട് ചെയ്ത സിനിമ. ഈ വർഷം ഷൂട്ട് ചെയ്ത സിനിമകൾ ഇനി ഇറങ്ങാനിരിക്കുന്നുള്ളൂ. അതെ ശരി, ഞാൻ കണ്ടു, ലൈൻഡപ്പായി ഇരിക്കുകയാണ്. അതിൻ്റെതും കാനഡയിലൊക്കെയാണ് ഷൂട്ട്. അതിനകത്തൊരു ഡയറക്ടർ ആയിട്ടാണ് അല്ലേ? അപ്പൊ ഒരു ഡയറക്ടറിന്റെ ബുദ്ധിമുട്ടുകളും സലീം അഹമ്മദിന്റെ ഒരു ആത്മകഥാംശമുള്ള ആത്മകഥാംശമുണ്ട് സിനിമയ്ക്ക്. സോ ആ ഒരു ഡയറക്ടറിന്റെ ബുദ്ധിമുട്ടുകളും കുറെയൊക്കെ മനസ്സിലാക്കി അല്ലേ? നമ്മൾ എല്ലാ ദിവസവും കാണുന്നതല്ലേ ഡയറക്ടറുടെ ബുദ്ധിമുട്ടുകൾ. ഞാൻ ആദ്യം തുടങ്ങുന്നതിന് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടാണല്ലോ, എനിക്ക് ഏകദേശം അറിയാം. പിന്നെ ലൂസിഫർ ബിഗ് മൂവി അല്ലേ, മോഹൻലാലിന്റെ കൂടെ. എങ്ങനെയുണ്ടായിരുന്നു അത്, അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ? അതിപ്പോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കും. എന്റെ മോഷൻസ് അതിന്റെ കഴിഞ്ഞു. അത് നമ്മുടെ സിനിമയുടെയും ഏകദേശം കഴിയാറായി. അത് ലാലേട്ടന്റെ സിനിമയുടെ ഭാഗമാവുക, അത് ഡയറക്ട് ചെയ്യുന്നത് നമുക്ക് വളരെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാറാണ്. അത് ഞാനിപ്പോ ഇന്നാളെ പറയായിരുന്നു, ഒരു പുതുമുഖ സംവിധായകന്റെ സിനിമയിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ്? സത്യമല്ലേ അത്? പക്ഷെ ഞാൻ പറയണെന്ന് വെച്ചാല് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ഡയറക്ടേഴ്സിന്റെ ഒക്കെ പോലെ അത്രയും പ്രിസൈസ് ആണ് പുള്ളിയുടെ. ഫസ്റ്റ് മൂവി അല്ല, എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല അവിടെ പോയപ്പോ. കാര്യം എനിക്കറിയാം പുള്ളിക്ക് ഈ സിനിമയോടുള്ള ക്രേസും അതുപോലെ സിനിമയിലുള്ള ഈ ടെക്നിക്കൽ കാര്യങ്ങളിലും അതിനുള്ളൊരു നോളജ് എന്ന് പറയുന്നത് എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. എനിക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നു. ഞാൻ ഊഹിച്ച പോലെ തന്നെ പുള്ളി ഗംഭീരമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഭാവിയിൽ ഒരു ഡയറക്ടറായിട്ട് പുള്ളിയൊക്കെ ഡയറക്ട് ചെയ്യുന്ന കാണുമ്പോഴാണ് നമുക്ക് പേടിയാവുന്നത്. ആ ഏരിയയിലേക്ക് പോകണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ ചെയ്യണമെന്നൊക്കെ. ഇതിപ്പോ പുള്ളി ഒരു ബെഞ്ച് മാർക്ക്, ഒരു ഭയങ്കര ഹൈ ലെവലിൽ വെച്ചേക്കും. ഞാൻ കൂടെ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സിന്റെ ഒക്കെ അവരുടെ ഒക്കെ ഇത് കാണുമ്പോ താരതമ്യേന നമുക്ക്
എളുപ്പമാണ് അഭിനയം എന്ന് തോന്നാറുണ്ട്. കാര്യം ഒരു സിനിമയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അതിന്റെ സംവിധായകൻ തന്നെയാണ്. സംവിധായകന്റെ കലയാണ് ഈ എല്ലാത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്, കോർഡിനേറ്റ് ചെയ്യുക. ഒപ്പം ഈ സിനിമ പുള്ളിയുടെ മനസ്സിൽ കണ്ട പോലെ അതിന്റെ കഥ പുള്ളി ഉദ്ദേശിച്ച കൺസീവ് ചെയ്ത് അതേപോലെ അവതരിപ്പിക്കുക. മനസ്സിൽ ഉള്ളത് നമുക്ക് പുറത്തോട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളത് വലിയ കാര്യമാണ്. ഇതൊരു കളക്റ്റീവ് ആർട്ടാണല്ലോ. കാര്യം ഈ എല്ലാ ഇപ്പൊ സിനിമാറ്റോഗ്രാഫി അത് സിനിമാറ്റോഗ്രാഫറുടെ ആർട്ട്, അഭിനയം അത് നടന്റെ ആർട്ട്, വസ്ത്രാലങ്കാരം അത് വസ്ത്രാലങ്കാരം ചെയ്യുന്ന നമ്മുടെ കോസ്റ്റ്യൂമറുടെ ആർട്ട്. അപ്പൊ ഇങ്ങനെ ഉള്ള സമയത്ത് ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഇതിന്റെ എല്ലാം കൃത്യമായിട്ടുള്ള അളവിൽ ഇതിനെല്ലാം സംയോജിപ്പിക്കുക എന്ന് പറയുന്ന സംവിധായകനാണ്. അത് സംവിധായകന്റെ കലയാണ് സിനിമ. അപ്പൊ അത് എളുപ്പമുള്ള ജോലിയല്ല, ഒട്ടും എളുപ്പമുള്ള ജോലിയല്ല. നമ്മള് ഫസ്റ്റ് ചോദ്യം ചോദിച്ചത് മറന്നുപോയി. മാരി 2യുടെ വിശേഷങ്ങളൊന്ന് പറയാമോ? ധനുഷുമായിട്ടുള്ള അടിപൊളി, അതിന്റെ ടീസറൊക്കെ കണ്ടു. ഭയങ്കര ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു വില്ലനെ ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര സുന്ദരമായിട്ടുള്ള ഗോഡ് ഓഫ് ഡെത്ത് അല്ലേ? ഗോഡ് ഓഫ് ഡെത്ത്. അത് ആ ക്യാരക്ടറിലാണ് സിനിമ ആരംഭിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു, എനിക്കത് കൂടുതൽ അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. പക്ഷെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, സ്കെയറിംഗ്ലി കാം ആയിട്ടുള്ള, കണ്ടു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര കാമായിട്ട് ആണ് ഇരിക്കുന്നതെങ്കിൽ പോലും പുള്ളിയുടെ സംസാരത്തിലൊക്കെ ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്നതായിട്ടുള്ള കുറെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നമുക്ക് അങ്ങനെ ഭയങ്കര ലൗഡ് അല്ല ക്യാരക്ടർ. പിന്നെയും എനിക്കൊന്ന് ടുവേർഡ്സ് എന്തൊക്കെയാണ് അയാൾ കുറച്ചെങ്കിലും ലൗഡ് ആവുന്നത്, സീനിലൊക്കെയാണ് കുറച്ചെങ്കിലും ലൗഡ്, അല്ലെങ്കിൽ ലൗഡ് അല്ല ക്യാരക്ടർ. ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഈ ടിപ്പിക്കൽ വില്ലനല്ല. പക്ഷെ അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡും അയാളുടെ ഒരു വേ ഓഫ് തിങ്കിങ്ങും ഒക്കെ, അയാളുടെ വേ ഓഫ് ടോക്കിങ്ങും ഒക്കെ വ്യത്യാസമുണ്ട്. അത് ആസ് എൻ ആക്ടർ ഞാൻ എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിച്ചിട്ടുള്ള വേഷങ്ങളിലൊന്നാണ്. ഞാൻ അത് പോയി ഡബ് ചെയ്തു. അപ്പൊ എനിക്ക് അറിയാം അത് എങ്ങനെയാണ് ഔട്ട്പുട്ട് വന്നിരിക്കുന്നതെന്ന്. ഭയങ്കര ഗ്രാൻഡിയറിൽ എടുക്കപ്പെട്ടുള്ള ഒരു സിനിമയാണ്. 2018 എൻ്റെ ഒരു ഡബിൾ ധമാക്കയാണ്. മാരി 2 റിലീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഉമ്മാന്റെ പേര് വരുന്നുണ്ട്. ഓൾ ദ ബെസ്റ്റ് ഫോർ ബോത്ത് ദ മൂവീസ്. പ്രത്യേകിച്ച് എൻ്റെ ഉമ്മാന്റെ പേരെന്നുള്ള മൂവീസ് എല്ലാ പ്രേക്ഷകരും പോയി കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. ബ്യൂട്ടിഫുൾ സ്വീറ്റ്, പറഞ്ഞ മാതിരി കുറെ സന്തോഷം, കുറെ അല്ലെ, കുറച്ച് കുരുട്ട് ബുദ്ധി ഒക്കെയുള്ള ഒരു നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു മൂവിയാണ്. എന്താണ് ക്രിസ്മസിന് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ക്രിസ്മസിന് ആദ്യം തന്നെ എല്ലാവർക്കും, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഈ ഒരു സിനിമ ഞങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് ഈ സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ സിനിമ മാത്രമല്ല, ഇതുപോലെ തന്നെ പ്രതീക്ഷയോടെ എത്തിക്കുന്ന ഒരുപാട് സിനിമകൾ അതേ ദിവസം റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും എൻ്റെയൊക്കെ ആഗ്രഹം എല്ലാ സിനിമകളും ഒരുപോലെ ഹിറ്റാവട്ടെ ആണ് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും ഓരോ തരം സിനിമ കാണാനായിരിക്കും ഇഷ്ടം. ചിലർക്ക് കോമഡി സിനിമ കാണാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഫാമിലി മൂവി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ത്രില്ലേഴ്സ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഫൈറ്റ് ആക്ഷൻ സീക്വൻസസ് ഉള്ള മൂവീസ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ നിങ്ങൾ പോയി കാണും. ഇത് എൻ്റെ ഉമ്മാൻ്റെ പേര് എന്നുള്ള സിനിമ എനിക്കൊരു ഉറപ്പ് തരാൻ പറ്റുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും ബോറടിക്കാതെ കണ്ടിരിക്കാവുന്ന, ഒരു മനസ്സ് നിറഞ്ഞുകൊണ്ട് ഇറങ്ങി പോരാവുന്ന, തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോരാവുന്ന ഒരു നന്മയുള്ളൊരു സിനിമയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു തന്നെ വിലയിരുത്തുക. താങ്ക് യു ടൊവിനോ, താങ്ക് യു വെരി മച്ച്. ഇത്രയും അധികം സമയം നമ്മളോട് സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു വെരി മച്ച്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ യുവർ മൂവീസ്. ആൻഡ് 2019 ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ. ഇതിലും കൂടുതൽ സ്ക്രീനിൽ ഞങ്ങൾക്ക് ടൊവിനോനെ കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആൻഡ് വൺസ് അഗെയിൻ എല്ലാവർക്കും ക്രിസ്മസ് വിഷസ്.